പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രവിധാനത്തെ പറ്റി പഠിപ്പിക്കുകയാണ്. ഹിജാബ് പഠിക്കുമ്പോൾ മുസ്ലിം സഹോദര സഹോദരിമാരെ പഠിച്ചു വെക്കേണ്ട ആദ്യത്തെ ബാലപാഠം, എന്തിനാണ് അല്ലാഹു വസ്ത്രം നൽകിയിരിക്കുന്നത്? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. യാ ബനീ ആദം, അല്ലയോ ആദമ സന്തതികളെ, മനുഷ്യ മക്കളെ, മാനവ കുലമേ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസാ, നിങ്ങൾക്ക് നാം വസ്ത്രത്തെ നൽകിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിലൂടെ ഖാല അല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിന് വിളംബരം നൽകിയപ്പോൾ ഓർമ്മപ്പെടുത്തിയത് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ എന്നാണ്. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു വിളിച്ചത് മുഅ്മിനീങ്ങളെ എന്നാണ്. ഹജ്ജിനും പരിശുദ്ധമാക്കപ്പെട്ടതായ സകാത്തിനും പരിശുദ്ധമാക്കപ്പെട്ടതായ നിസ്കാരവും അല്ലാഹു പരിചയപ്പെടുത്തിയത് മുഅ്മിനീങ്ങളെ എന്ന് അഭിസംബോധനം ചെയ്തിട്ടാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രവിധാനത്തെ പറ്റി പറയുമ്പോൾ വിളിക്കുന്നത് കേവലം മുസ്ലിമിനെ മാത്രമല്ല. യാ ബനീ ആദം, അല്ലയോ മനുഷ്യ മക്കളെ, മാനവകുലമേ, മാനവരാശികളെ, മനുഷ്യനായി പിറന്നിട്ടുള്ള സർവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രവിധാനം സംസ്കാരമായി പഠിപ്പിക്കുകയാണ്. മനുഷ്യനാണോ, വിവേകമുള്ളവനാണോ, തന്റെ ഇടമുള്ളവനാണോ, പക്വതയുള്ളവനാണോ, ബോധമുള്ളവനാണോ, അവൻ വസ്ത്രം ധരിക്കൽ അനിവാര്യമാണ്. ഖദ് അൻസൽനാ അലൈക്കും ലിബാസാ. നിരീശ്വരവാദിയായിരുന്നാലും യുക്തിവാദിയായിരുന്നാലും മുസ്ലിമായിരുന്നാലും അമുസ്ലിം സഹോദരനായിരുന്നാലും ഏത് മതത്തിന്റെ ഭാഷയിലും ആദർശത്തിലും ജീവിക്കുന്നവനായിരുന്നാലും ഏത് സഹോദരനായിരുന്നാലും ഏത് സഹോദരിയായിരുന്നാലും മനുഷ്യനായി ജന്മം കൊണ്ടവനാണോ, അവൻ വസ്ത്രം ധരിക്കൽ അനിവാര്യമാണ്. ഖദ് അൻസൽനാ അലൈക്കും ലിബാസാ, നിങ്ങൾക്ക് നാം വസ്ത്രത്തെ നൽകിയിരിക്കുന്നത് 3 രീതിയിലുള്ള വസ്ത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. 3 രീതിയിലുള്ള വസ്ത്രം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്ര രീതിയിലുണ്ട്? ഉറക്കെ പറ, എത്ര രീതിയിലുണ്ട്? ആ തെങ്ങാച്ചാരിക്കുന്നു, എത്ര രീതിയിലുണ്ട്? 3. അപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട്. ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. അത് ചേരുന്നു. ഒന്നാമത്തെ വസ്ത്രവിധാനം ദാ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രമാ, നിങ്ങളുടെ നാണം മറയ്ക്കാനുള്ളതായ വസ്ത്രമാണ്. നിങ്ങളുടെ നാണം മറയ്ക്കുക, നഗ്നത മറയ്ക്കുക, അതിനുള്ള വസ്ത്രമാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ വസ്ത്രവിധാനം ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. മൊത്തം എത്ര വസ്ത്രവിധാനമുണ്ട്? 3. അതിൽ 1 പറഞ്ഞു. ഏതാണത്? നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രവിധാനം. അപ്പോൾ അവിടെ പഠിക്കണം. എന്ത് പഠിക്കണം? പുരുഷന്റെ നഗ്നത എവിടം മുതൽ എവിടം വരെ എന്ന് പഠിക്കണം. സ്ത്രീയുടെ നഗ്നത എവിടം മുതൽ എവിടം വരെയാണ് എന്നും പഠിക്കണം. കാരണം എന്താണ്? നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രവിധാനമാണ് നിങ്ങൾക്ക് നൽകിയത് എന്ന് ഖുർആൻ. നമ്മളപ്പോൾ എന്ത് മറയ്ക്കണം? നഗ്നത മറയ്ക്കണം. അതിനെന്ത് പഠിക്കണം? പുരുഷന്റെ നഗ്നത എവിടം മുതൽ എവിടം വരെയാണെന്ന് മനസ്സിലാക്കിയാൽ അത് മറച്ചു നടന്നാൽ മതി. സ്ത്രീയുടെ നഗ്നത എവിടം മുതൽ എവിടം വരെയാണെന്നുള്ളത് പഠിച്ചാൽ അതെന്ത് ചെയ്യണം? മറച്ചു നടന്നാൽ മതി. അത് പഠിക്കണോ വേണ്ടയോ? പഠിക്കണം. അതാണ് വിഷയം. അത് വരുമ്പോൾ ഹിജാബിന്റെ വിഷയം വരും. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റു 2 വസ്ത്രവിധാനം ഒന്ന് പഠിച്ചിട്ട് വരാം. മൊത്തം എത്ര വസ്ത്രവിധാനം ഉണ്ടെന്ന് പറഞ്ഞു? 3. ഒന്നാണ് ഇപ്പോൾ പറഞ്ഞത്, നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രവിധാനം. 2, 3 ഏതൊക്കെയാണ്? നല്ലതുപോലെ ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും? ഒന്ന് കൈ ഉയർത്തിക്ക് എല്ലാവരും. 2 കൈ. മാഷാ അല്ലാഹ്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചോ?
بسم الله الرحمن الرحيم قد أنزلنا عليكم لباسا يواري سوآتكم وريشا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുകയാണ്, നാണം മറയ്ക്കാനുള്ള വസ്ത്രവിധാനമാണ് ഒന്ന്. രണ്ടാമത്തേത് ഖുർആൻ പറയുന്നു വരീഷ, പക്ഷികൾക്ക് തൂവൽ അലങ്കാരം എന്നതുപോലെ മനുഷ്യനവന്റെ വസ്ത്രം അലങ്കാരവും പ്രൗഢിയും കാണിക്കാനുള്ളതാണ്. അലങ്കാരവും പ്രൗഢിയും കാണിക്കത്തക്ക വിധത്തിലുള്ള വസ്ത്രവിധാനം എന്ന് പറഞ്ഞാൽ മാന്യമായ വസ്ത്രം. നമ്മളിപ്പോൾ ഈ ധരിച്ചിരിക്കുന്ന മാന്യമായ വസ്ത്രവിധാനം അത് ഇസ്ലാം അംഗീകരിച്ചതാണ്. ഖുർആൻ കളർ വസ്ത്രങ്ങൾ, നിങ്ങളുടെ പെരുന്നാളിന് നിങ്ങൾ കളർ വസ്ത്രം ധരിക്കണേ. ഹബീബായ റസൂലുള്ളാഹി, ഉറക്കെ പറയാം, ഹബീബായ റസൂലുള്ളാഹി കളർ വസ്ത്രം പെരുന്നാളിന് നല്ല കളർ വസ്ത്രങ്ങൾ വാങ്ങി ധരിക്കുക, പുതിയത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. സമ്പത്തുള്ളവർ അതിനനുസരിച്ച് ചെലവഴിക്കട്ടെ. പിടിച്ചു വെക്കണ്ട, പിശുക്ക് കാണിക്കണ്ട. ഓവറായിട്ട് നടത്തണമെന്നല്ല, ദൂർത്തും ദുർവ്യവുമല്ല, ആവശ്യമായി ചെലവഴിക്കേണ്ട ഘട്ടത്തിൽ ചെലവഴിക്കണം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൻ നബവിയിലേക്ക് ഒരു മനുഷ്യന് കടന്നു വരുകയാണ്. നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നുകൊണ്ട് സലാം പറയുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, തങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. ഹബീബേ, അല്ലാഹുവിന്റെ റസൂലിനോട് സലാം ചൊല്ലുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം അടക്കിയിട്ട് അദ്ദേഹത്തിലേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം വളരെ മുഷിഞ്ഞതായ വസ്ത്രമാണ്. പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന മനുഷ്യനാണ്, പക്ഷെ മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ടാണ് പള്ളിയിൽ വന്നിട്ടുള്ളത്. ചില ആളുകൾ അങ്ങനെയുണ്ട്, നമുക്കിടയിൽ അങ്ങനെയുണ്ട്. ചില ആളുകൾ എവിടെ വന്നാലും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടേ വരുള്ളൂ. അത് ധരിക്കുന്നത് അവനൊരു വിഷയമല്ലാതായിരിക്കുന്നു. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അലക മാലുൻ, നിനക്ക് സമ്പത്തില്ലയോ, ധനമില്ലയോ, നീ ധനാഢ്യനല്ലയോ, നീ പണക്കാരനല്ലയോ? ഫഖാല റജുലു, ഉടനെ ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നഅം മിൻ കുല്ലിൽ മാലി യാ റസൂലല്ലാഹ്, അതേ നബിയേ, ഞാൻ പണക്കാരനാണ്, ധനികനാണ്, എല്ലാ നിലയ്ക്കും ഞാൻ ധനികനാണ്. മിൻ കുല്ലിൽ മാലി യാ റസൂലല്ലാഹ്, മിനൽ ഇബ്ലി വൽ ബഖരി വൽ ഗനമി, ആടുമാട് ഒട്ടകങ്ങൾ എനിക്ക് ധാരാളമുണ്ട് റസൂലേ. ഈ മദീന കണ്ട വലിയ ധനികനാണ് എന്ന് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞപ്പോ, ധനികനായിട്ടും മുഷിഞ്ഞ വസ്ത്രമിട്ടുകൊണ്ട് അള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന മനുഷ്യനോട് ലോകത്തിന്റെ നായകന് പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു അയ്യറ അസറ നിഅമതിഹി അലാ അബ്ദിഹി, തന്റെ അടിമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായ സമ്പാദ്യത്തിൻ്റെതാകുന്ന അനുഗ്രഹത്തിന്റെ വർണ്ണവലിപ്പം അവന്റെ ശരീരത്തിൽ കാണപ്പെടുന്നതിന് അല്ലാഹു ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അഥവാ നമുക്കല്ലാഹു നൽകിയിരിക്കുന്ന സമ്പത്ത് അത് മാസത്തിലുള്ളതാണ് എങ്കിൽ, അത് ദിവസത്തിലുള്ളതാണ് എങ്കിൽ, അതിൽ നിന്ന് മാന്യമായ വസ്ത്രവിധാനം നിനക്കും നിന്റെ കുടുംബത്തിനും നടത്തണേ എന്ന് വിശുദ്ധ ഖുർആൻ. لينفق ذو سعة من سعته ومن قدر عليه فلينفق مما آتاه الله لا يكلف الله نفسا إلا ما آتاها سيجعل الله بعد عسر يسرا
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. പഠിച്ചു വെക്കണേ അരയം കടപ്പുറത്തുള്ള പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, നിനക്ക് അല്ലാഹു നൽകുന്ന സമ്പത്തിൽ നിന്ന് മാന്യമായി നീ കുടുംബത്തിന് ചെലവഴിക്കണേ. വസ്ത്രവിധാനം നിന്റെ ഭാര്യയ്ക്ക് നന്നാക്കി കൊടുക്കണേ, നിന്റെ മക്കൾക്ക് നന്നാക്കി കൊടുക്കണേ. നീ ധരിക്കുന്ന വസ്ത്രവും അത് ഹലാലാവണേ, അത് ശുദ്ധിയുള്ള വസ്ത്രമാകണേ. മാന്യമായ ചെലവഴിക്കൽ കുടുംബത്തിന് നടത്തണം. കീറിപ്പൊറിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് നൈറ്റി ഇട്ടുകൊണ്ട് പെണ്ണുങ്ങൾ നടക്കാൻ പാടില്ല. വസ്ത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാർ അവർക്ക് നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ടിപ്ടോപ്പായിട്ട് നടന്ന് അങ്ങനെ നടക്കണമെന്നല്ല, പക്ഷെ മാന്യമായ വസ്ത്രം അഥവാ കൊടുക്കുന്ന വസ്ത്രം നല്ലതുപോലെ കഴുകി ശുദ്ധീകരിച്ച് അത് നല്ല ഇസ്തിരിയൊക്കെ ഇട്ട് വൃത്തിയായിട്ട് വേണം നിൽക്കാൻ. എപ്പോഴും നല്ല റാഹത്തായിരിക്കണം. അങ്ങനെ വേണം. നിസ്കരിക്കാൻ പോകുമ്പോൾ പ്രത്യേകിച്ചും കണ്ടില്ലേ, ഒരു സഹാബി വര്യനും മദീനത്തെ പള്ളിയിൽ വന്നതാ, നിസ്കരിക്കാൻ വന്നതാ, മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട്. വലിയ പണിക്കാരനാണ്, ഞാൻ എല്ലാ നിലയ്ക്കും ധനികനാണെന്ന് പറഞ്ഞു. പക്ഷേ അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നത് നിസ്കരിക്കാൻ വേണ്ടി വന്നത് മുഷിഞ്ഞ വസ്ത്രമിട്ട്. റസൂലുള്ളാഹി തിരുത്തി, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. തന്റെ അടിമയ്ക്ക് അള്ളാഹു നൽകുന്ന സമ്പത്തിന്റെ വർണ്ണവലിപ്പം അവന്റെ വസ്ത്രവിധാനത്തിൽ കാണുന്നതിനെ അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമുക്കൊക്കെ മാസത്തിൽ എടുത്തു നോക്കുമ്പോൾ കിട്ടുന്ന വരുമാനം എത്രയാണ്, അതിനനുസരിച്ച് നല്ല വസ്ത്രം. നിങ്ങൾ ആരും നടത്തുന്നില്ല എന്നല്ല, നടത്തുന്നവരാണ്. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. നിങ്ങൾ അത് വളരെയേറെ കൂടുതൽ ചെലവഴിക്കുന്ന ആളുകളാണ് നമ്മുടെ അരയം കടപ്പുറത്തുള്ളതാകുന്ന മക്കൾ. അള്ളാഹു എല്ലാവർക്കും സന്തോഷവും റാഹത്തും നൽകട്ടെ. എന്നാലും ചില ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഭാര്യയുടെ കാര്യം, നല്ലൊരു കുളിക്കാനുള്ള സോപ്പ് പോലും മണമുള്ള വസ്തു പോലും കൊടുക്കാറില്ല. നല്ല ഒരു വസ്ത്രം പോലും, ഒരു ജോഡി വസ്ത്രം പോലും ഒക്കെ ഇടാനില്ല. പല പരിപാടികൾക്കും വരാതെ നിലകൊള്ളുന്നത് തന്നെ മാന്യമായ വസ്ത്രം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ചിലർക്കുണ്ട് ഓരോ കല്യാണത്തിന് പോകുമ്പോഴും പുതിയ ജോഡി വേണമെന്ന് വാശി പിടിക്കുന്നത്. അതും പാടില്ല. വളരെ ശ്രദ്ധിക്കണം. ഭർത്താവിൻ്റെതാകുന്ന സമ്പാദ്യത്തിൻ്റെതാകുന്ന തോതനുസരിച്ച് വരുമാനത്തിനനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ ഭാര്യമാരും പാകപ്പെടണം. ഇല്ലെങ്കിൽ ജീവിതം വളരെ പ്രയാസകരമാകും. പക്ഷെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഉള്ള വസ്ത്രം തന്നെ എന്ത് ചെയ്യണം? കഴുകി നല്ലതുപോലെ ശുദ്ധീകരിച്ച് അത് നല്ല ഇസ്തിരിയിട്ട് തേച്ച് മിനുക്കി റാഹത്തായിട്ട് വേണം നടക്കാൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതെല്ലാവരും വേണം. മക്കളും അങ്ങനെ തന്നെ വേണം. മാതാപിതാക്കളും തന്നെ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ റോൾ മോഡലാകണം മക്കൾക്ക്. ആ വിഷയത്തിൽ നല്ല ടിപ് ടോപ്പ് ആയിരിക്കണം. എപ്പോഴും അങ്ങനെ വേണം. ചില ആളുകൾ തെറ്റിദ്ധാരണ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു പരത്തുന്നുണ്ട്. സ്ത്രീകളെ അടിച്ചമർത്തുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. ഒരിക്കലുമല്ല. സ്ത്രീകൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യം കൊടുത്ത മതമാണ് വിശുദ്ധ ഇസ്ലാം. ഇസ്ലാം പോലെ മറ്റൊരു മതവും സ്വാതന്ത്ര്യം കൊടുത്ത മതമില്ല. ഉറപ്പാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരും. ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള മതം വിശുദ്ധ ഇസ്ലാമാണ്. പിന്നെന്തിനെ പർദ്ദ ധരിക്കാൻ പറഞ്ഞു? പർദ്ദ ധരിക്കാൻ പറഞ്ഞത് അവളുടെ സുരക്ഷിതത്വമാണ്. അവളുടെ നഗ്നത മറച്ച് ഔറത്ത് മറച്ച് നടക്കാൻ പറഞ്ഞത് അവളുടെ സുരക്ഷിതത്വമാണ്. അതിനെ കേവലം പർദ്ദയെന്ന് പറഞ്ഞ് ഇസ്ലാം ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം ഇന്ന് പർദ്ദയും മോഡേൺ വൽക്കരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അന്യരാകുന്ന ആളുകളിൽ നിന്ന് മറ വരുന്ന വസ്ത്രവിധാനം നടത്തണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അത് ഏത് വിധേനയുമാകാം. നിൽക്കട്ടെ, നിസ്കാരത്തിൻ്റെതാകുന്ന കുപ്പായം എത്രയോ സഹോദരിമാരുടേത് വളരെ മുഷിഞ്ഞ അവസ്ഥയിലാണ്. റമളാൻ വരികയാണ്. ഇനിയെങ്കിലും ഒരു പുതിയൊരു ജോഡി 400 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ 350 രൂപ കൊടുത്താൽ നല്ല പുതിയ ജോഡി വസ്ത്രം കിട്ടും. നിസ്കാര കുപ്പായം ഒരെണ്ണം വാങ്ങണം. പഴയത് കഴുകാതെ തന്നെ വെക്കുന്ന ഒരുപാട് പേരുണ്ട്. കഴുകില്ല, ഇതൊന്നും ശ്രദ്ധിക്കില്ല. നിസ്കാരത്തിൻ്റെ കാര്യം തന്നെ നമുക്ക് വളരെ പുറകോട്ടാണ്. ആ മുസല്ലയ്ക്കകത്ത് അങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുക. 2 മാസം കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ അതൊന്ന് നീലം മുക്കുന്നത്. ഉജാലയുടെ പരസ്യമായിട്ട് അതിങ്ങനെ അയലിൽ കൊണ്ടിടുക. അത് ചുക്കി ചുളിഞ്ഞ് അത് മുഴുവനും കരിമ്പനടിച്ച് കറുത്ത പുള്ളി വീണ് നിൽക്കുകയാണ്. എന്നാലും ഒരു പുതിയ എണ്ണം വാങ്ങൂല. എന്നാൽ ബാക്കിയുള്ള വസ്ത്രം മുഴുവനും എത്ര ജോഡി ഉണ്ടെന്ന് സ്ത്രീകളോട് ചോദിച്ചാൽ അവർക്ക് എണ്ണമില്ല. അതെത്ര വേണമെങ്കിലും വാരി കൂട്ടാൻ. പർദ്ദയുള്ളവർ ഇഷ്ടം പോലെ, സാരി ഉള്ളവർ ഇഷ്ടം പോലെ, ചുരിദാറുള്ളവർ ഇഷ്ടം പോലെ, മിടിയും ചോപ്പുള്ളവർ ഇഷ്ടം പോലെ. പക്ഷെ എന്തില്ല, നിസ്കാര കുപ്പായം നമുക്ക് ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് തന്നെ കഴുകുന്നില്ല. അവിടെയാണ് വിഷയം ഞാൻ ഈ പറയുന്നത്. അല്ല, നിസ്കാര കുപ്പായം ഡെയിലി ഓരോന്ന് പുതിയത് വാങ്ങണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ മാസത്തിൽ പുതിയത് വാങ്ങണമെന്നല്ല.
നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതുപോലെ കഴുകി ശുദ്ധീകരിച്ച് നല്ല വൃത്തിയായി ഉപയോഗിച്ച് നടക്കുക. ആളുകൾ കണ്ടാൽ നമ്മൾ മോശം പറയാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണേ. വരീശൻ, പക്ഷികൾക്ക് തൂവൽ അലങ്കാരം എന്നതുപോലെ മനുഷ്യനവന്റെ വസ്ത്രം അലങ്കാരവും പ്രൗഢിയും കാണിക്കാനുള്ളതാണ് വിശുദ്ധ ഖുർആൻ. നമുക്കറിയാം, തൂവലില്ലാത്ത പക്ഷിയെ കാണാൻ, പക്ഷി കുഞ്ഞുങ്ങളെ കാണാൻ ഒരു രസം ഉണ്ടാവൂല അല്ലെ? ഈ കൊറോണയും ഒമിക്രോണും ഒക്കെ വന്ന് ലോക്ക്ഡൗണിലായപ്പോൾ എല്ലാവരും കിളികളെ വളർത്താൻ തുടങ്ങി. പെറ്റ്സിനെ വളർത്തുന്നവരുണ്ട് അല്ലേ? വീട്ടിൽ കിളികളുള്ള എത്ര പേരുണ്ട്? ഇന്ന് കൈ ഉയർത്തിക്ക്. എത്ര പേരുടെ വീട്ടിലുണ്ട്? ഉണ്ടോ? 1 2. വേറെ ആരാണ്? 2 പേരേ ഉള്ളോ? 2 പേരുടെ വീട്ടിലുള്ളോ? ഞാൻ ഉണ്ടല്ലോ. കിളികളുള്ളവര് സാധു വല്ല കിളിയും ചോദിച്ചുകൊണ്ട് പോകുമെന്ന് പേടിച്ചിട്ടായിരിക്കും കൈ ഉയർത്താത്ത. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഉണ്ടല്ലേ കിളികളെ വളർത്തുന്നവര്. അതുപോലെ തന്നെ വീട്ടിൽ പൂന്തോട്ടമുള്ളവർ, ചെറിയ ചെറിയ ചെടികൾ വെച്ച് വെക്കുന്നവർ, ചെടിച്ചട്ടികൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ പണി നടത്തുന്നവർ. കൊറോണ വന്നപ്പോൾ ഇല്ലേ? അതില്ലേ? ഉണ്ട്. കൊറോണ വന്നപ്പോഴുള്ളതാകുന്ന ആ ലോക്ക്ഡൗണിൻ്റെ വേളകളിലുണ്ടായ സംഭവങ്ങളാണ് ഇതൊക്കെ. അക്വേറിയം വാങ്ങിയിട്ട് ചെറിയ മീനിനെ വളർത്തുന്ന മക്കൾ ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഇതാ ഉണ്ടോ? ഇഷ്ടം പോലെ മീനിനെ പോയി ഡെയിലി പോയി നോക്കുക. മക്കളെല്ലാം ആ രീതിക്കായി മാറി. ചെറിയ ചെറിയ മീനിനെ വളർത്തിയിട്ട് ചെറിയ തടാകം പോലെ ഉണ്ടാക്കിയിട്ടിട്ട് അതിനെ വളർത്തുക. സ്ത്രീകളാണെങ്കിൽ ചിലർ പല പരീക്ഷണങ്ങൾ, ഭക്ഷണം വെച്ചിട്ട് ചിലർ കേക്ക് ഉണ്ടാക്കിയിട്ട് ഷുഗർ പിടിച്ചിരിക്കുന്ന ഭർത്താവിൻ്റെ ചുണ്ടേ തേച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ഓരോരോ പരീക്ഷണങ്ങൾ, വിവിധങ്ങളാകുന്ന കടികളുണ്ടാക്കി പരീക്ഷിക്കുക. കൊറോണയുടെ ഘട്ടത്തിൽ ശരിയാണോ അല്ലേ? വിവിധങ്ങളാകുന്ന ആഹാരങ്ങൾ, മാഷാ അല്ലാഹ്, അതൊക്കെ നല്ലതാണ്. അള്ളാഹുവരുടെ കരങ്ങൾക്ക് ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. ഇന്നെനിക്ക് ഭക്ഷണം നൽകിയതാകുന്ന സയ്യിദ് സാഹിബിൻ്റെ കുടുംബത്തിനും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. നിഅമത്തുകൾ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാകുന്ന പ്രയോഗം നിങ്ങൾ നോക്കി. പക്ഷികൾക്ക് തൂവൽ അലങ്കാരം എന്നതുപോലെ മനുഷ്യനവൻ്റെ വസ്ത്രം അലങ്കാരവും പ്രൗഢിയും കാണിക്കാനുള്ളതാണ്. കാരണം തൂവലില്ലാത്ത പക്ഷിക്കുഞ്ഞിനെ കാണാൻ ഒരു രസം ഉണ്ടാവില്ല. ഇറച്ചി കഷ്ണാൻ അതിനാ തൂവൽ വരുമ്പോഴാണ് തത്തമ്മയായിരുന്നാലും കാണാൻ നല്ല രസം ഉണ്ടാകുക അല്ലേ? ആരാ സംസാരിക്കുന്നു? തൂവൽ വരുമ്പോഴാണ് അതിനെ കാണാൻ ഒരു രസം ഉണ്ടാവുക എന്നതുപോലെ മനുഷ്യൻ, നമ്മൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരും അവനവൻ്റെ വസ്ത്രത്തിലാണ് കാണാൻ നല്ല രസം. തുണിയില്ലാതെ നിന്നാൽ ഒരു രസം ഉണ്ടാവില്ല, ഒരു ജയിലും കാണൂല അല്ലേ? അവരവരുടെ വസ്ത്രത്തിലാണ് കാണാൻ നല്ല കൗതുകമുള്ളത്. അതാണ് ഖുർആൻ പറഞ്ഞത്, വരീശൻ, പക്ഷികൾക്ക് തൂവൽ അലങ്കാരം എന്നതുപോലെ മനുഷ്യനവൻ്റെ വസ്ത്രം അലങ്കാരവും പ്രൗഢിയും കാണിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ, അലങ്കാരവും പ്രൗഢിയും കാണിക്കേണ്ട സ്ഥലത്ത് നല്ല വസ്ത്രവിധാനം നടത്തുന്നതിന് വിശുദ്ധ ഇസ്ലാം എതിരല്ല. കയ്യിൽ 50 മോതിരം ധരിച്ച് ഒരു പച്ച പുതപ്പൊക്കെ പുതച്ച് ഏതെങ്കിലും അക്ബറെ പോയിരുന്ന് ഷെയ്ഖാന്നും പറഞ്ഞിരിക്കുന്നതാണ് സൂഫിസം എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അതായത് മാത്രമല്ല, അതല്ല സൂഫിസം. മാന്യമായ വസ്ത്രം ധരിച്ച് നിലകൊള്ളലാണെന്ന് പരിശുദ്ധ ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത്. ഒരാൾ അങ്ങനെ ആയിപ്പോയി, ജദബിൻ്റെ ഹാലിൽ അങ്ങനെ ആയിപ്പോയി, സൂഫിസം കൂടി അങ്ങനെ ആയിപ്പോയി, അതിൽ തെറ്റില്ല. പക്ഷേ യഥാർത്ഥ സൂഫിസം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിച്ച് നടക്കുന്നതിനാണെന്ന് ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. 10 പേരെല്ലാം 50 മോതിരമൊക്കെ അരിച്ചിട്ട് ഭയങ്കര ഷെയ്ഖ എന്ന് പറഞ്ഞ് നടക്കുക. അതൊന്നും സൂഫിസത്തിൽപ്പെട്ടതല്ല. അങ്ങനെ കാണുന്നവരെ സൂഫിയാണെന്ന് തെറ്റിദ്ധരിക്കുകയും വേണ്ട, അവരുടെ പുറകെ ഓടുകയും വേണ്ട. അല്ലെങ്കിൽ തന്നെ 10 പേരിൽ ഒരു മോതിരത്തേക്കാൾ കൂടുതൽ അണിയുന്നത് പാടില്ല എന്ന് പഠിപ്പിച്ച മദ്ഹബാണ് നമ്മുടെ മദ്ഹബ്. ഇപ്പൊ പുരുഷന്മാർ ചില ആളുകളൊക്കെ 5 വിരലിൽ 5 മോതിരം പുറത്തുകൊണ്ട്, മോതിരത്തിന്റെ കച്ചവടമാണെന്ന് തോന്നിപ്പോ വിരലി മുഴുവൻ മോതിരം ഇട്ടുകൊണ്ട് നടക്കുക. ഒറ്റ മോതിരമാണ് നമുക്ക് അനുവദനീയം. വലത് കൈയുടെ ചെറുവിരലിൽ, വലത്തെ കൈയിലോ അല്ലെങ്കിൽ ഇടത്തെ കൈയിലോ ചെറുവിരലിൽ മാത്രം ഒരൊറ്റ മോതിരം, വെള്ളിയുടെ മോതിരം, അത് മാത്രമാണ് നമുക്ക് അനുവദനീയമായിട്ടുള്ളത്. അതൊക്കെ മനസ്സിലാക്കണം നമ്മുടെ ഉമ്മത്ത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതവിടെ ഇരിക്കട്ടെ. മറ്റൊരു വിഷയമാണ്, സാന്ദര്യമായി ഉണർത്തിയെന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ധരിച്ചിട്ടുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് 10 മോതിരമുണ്ട്, പക്ഷെ ആ 10 മോതിരം കൂടി ഒന്നിച്ചണിയൽ അനുവദനീയമല്ല. അത് 10 സമയത്തായിട്ട് അല്ലെങ്കിൽ 10 ദിവസങ്ങളിലായിട്ട് ഒരേ സമയത്ത് ഒറ്റ മോതിരമേ അനുവദനീയമുള്ളൂ. അതാണ് മദ്ഹബ്. അള്ളാഹു അങ്ങനെ നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ളവരെ കണ്ടിട്ട് അതാണ് സൂഫിസം, മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നവരെ കാണുമ്പോൾ ഇതാണ് ഇസ്ലാം മതം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട്. അത് തീർത്തും തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെയല്ല. നല്ല വസ്ത്രവിധാനം നടത്തണം. അതുകൊണ്ട് നമ്മുടെ നിസ്കരിക്കുന്ന സമയത്ത് വളരെയേറെ ശ്രദ്ധിക്കണം.
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിൽ മാന്യമായ വസ്ത്രവിധാനം നടത്തണമെന്ന് വിശുദ്ധ ഖുർആൻ. നല്ല വസ്ത്രവിധാനം നടത്തണം. അവ രണ്ട് വസ്ത്രം പറഞ്ഞു, ഒന്ന് നഗ്നത മറയ്ക്കാനുള്ളത്, മറ്റൊന്ന് അലങ്കാരവും പ്രൗഢിയും കാണിക്കാനുള്ള വസ്ത്രം, അഥവാ നമ്മൾ ഈ ധരിക്കുന്ന വസ്ത്രങ്ങൾ തന്നെ. അല്ലാതെ അവനവൻ്റെ ശമ്പളത്തിൻ്റെ തോതല്ലാത്തതിലേക്ക് ഒരാൾക്ക് മാസം ഉദാഹരണം ഒരു 20,000 കിട്ടുന്നു എന്ന് വിചാരിക്കുക, ഒരു ഉദാഹരണം. ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ കിട്ടുമായിരിക്കാം. ആ 20,000 രൂപയുള്ളവൻ അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രവിധാനം നടത്തണമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ 50,000 രൂപ കിട്ടുന്ന ഒരാളുടേതാകുന്ന ശൈലി കണ്ടിട്ട് ആ വസ്ത്രവിധാനം കൊതിച്ച് അത് നടത്തി കടം വരുത്തി വെക്കരുത്. അവനവന്റെ ശമ്പളത്തിന്റെ തോതനുസരിച്ചിട്ടുള്ള വൃത്തിയായ വസ്ത്രവിധാനം നടത്തൽ അനുവദനീയമാണ്. നോക്കൂ നിങ്ങൾ, ഖുർആൻ പറയുന്നതും അടുത്തത് വീണ്ടും, വലിബാസു തഖ്വാ ദാലിക ഖൈർ, വലിബാസു തഖ്വാ ദാലിക ഖൈർ. തഖ്വയുണ്ടാക്കുന്നതായ പരിശുദ്ധമാക്കപ്പെട്ട വസ്ത്രവിധാനം അത് പുരുഷന്മാർക്ക് തൂവള്ള വസ്ത്രമാണ്. ദാലിക ഖൈർ, അത് ഏറ്റവും കരണീയമാണ്, ഏറ്റവും അനുഗ്രഹപൂർണമാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, അഹബ്ബു സിയാബ് ഇലല്ലാഹി അൽ ബയാൽ. സ്വഹാബ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ വസ്ത്രം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ വസ്ത്രം അത് വെള്ളയാണ്, വെള്ളയാണ്. തിരൂരിലെ അരയം കടപ്പുറത്തുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, ചിന്തിക്കേണ്ട പാഠമാണ്, പാഠമാ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വസ്ത്രം നമുക്കൊരു ജോഡിയുണ്ടോ? നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു ജോഡി വസ്ത്രമെങ്കിലും, വെള്ള വസ്ത്രം നമുക്ക് പരിപൂർണമായി ധരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? വെള്ളയോട് വെറുപ്പ് വെക്കുന്ന മക്കൾ നമുക്കിടയിലില്ലേ? കളർ വസ്ത്രം ധരിച്ചുകൊണ്ട് അതിൽ തന്നെ ഓരോരോ സ്പ്രേകൾ അടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളില്ലയോ? അത് കഴുകാതെ തന്നെ വീണ്ടും വീണ്ടും ധരിച്ചുകൊണ്ട് നടക്കുന്ന മക്കളില്ലയോ? എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഹബ്ബു സിയാബി ഇലല്ലാഹി അൽ ബയാൽ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ വസ്ത്രം അത് വെള്ളയാണ്, വെള്ളയാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, ഇന്നല്ലാഹ നദീഫുൻ യുഹിബ്ബുൻ നദാഫ. അല്ലാഹു പരിശുദ്ധനാണ്, അവന് ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹു ശുദ്ധിയുള്ളവനാണ്, അവന് പരിപൂർണമായി പരിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നളിഫു അസിയാബക്കും, നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ ശുദ്ധി നടത്തണേ, അത് കഴുകി നല്ല വൃത്തിയായി നിങ്ങൾ ശുദ്ധീകരിച്ചുകൊണ്ട് മാന്യമായ വസ്ത്രവിധാനം നിങ്ങൾ നടത്തണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതാണ്. അരയങ്കടപ്പുറത്തുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, ഒരു ജോഡി വെള്ള വസ്ത്രം നമുക്ക് വാങ്ങൽ നിർബന്ധമാണ്. എന്തിനാണ്? അല്ലാഹു ഇഷ്ടപ്പെട്ട വസ്ത്രവിധാനം ഒരു ജുമുഅക്ക് പോകുമ്പോൾ, ജമാഅത്തിന് പോകുമ്പോൾ ധരിക്കണേ. അത് സുന്നത്താണ്, സുന്നത്താണ്. എന്തുകൊണ്ടാണ്? ആലിമീങ്ങളും പ്രായം ചെന്ന ഉമറാക്കളും പ്രായം ചെന്ന ഉപ്പമാരും ഈ വസ്ത്രം വെള്ള വസ്ത്രമായി ധരിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വസ്ത്രമാണ്, വസ്ത്രമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പറയുന്നു, മൂന്നാമത്തെ വസ്ത്രവിധാനം വലിബാസു തഖ്വാ. ഈ വസ്ത്രമാണ്, തഖ്വയുള്ള വസ്ത്രമാണ്, വസ്ത്രമാണ്. ദാലിക ഖൈർ, അതാണ് ഏറ്റവും കരണീയമെന്ന് വിശുദ്ധ ഖുർആൻ. അത് തഖ്വയുടെ വസ്ത്രമാണ്, വെള്ള വസ്ത്രം. അല്ലാഹു നമുക്ക് അത് വാങ്ങാനും ധരിക്കാനും തൗഫീഖ് നൽകട്ടെ. ഉറക്കെ ആമീൻ പറയിൻ.
ഒരു ജോഡി നമുക്കൊക്കെ ഉണ്ടാവണം, ഒരു ജോഡി. എന്നിട്ട് പള്ളിയിൽ പോകുമ്പോൾ ആ വെള്ള വസ്ത്രം ധരിക്കണം. മുണ്ട് മിക്കവർക്കും ഉണ്ട്, അതോടൊപ്പം തന്നെ വെള്ള ഒരു ഉടുപ്പ്, ഷർട്ടായിക്കോട്ടെ. അതിന് ജുബ്ബായിട്ട് കമീസിട്ട് നടക്കണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നല്ലൊരു വെള്ള ഷർട്ട്, എന്നിട്ട് റാഹത്തായിട്ട് പള്ളിയിൽ പോകുമ്പോൾ അതിട്ടുകൊണ്ട് പോവാം. പുരുഷന്മാർ ശ്രദ്ധിക്കണേ, പുരുഷന്മാരോടാണ് ഈ പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 3 വസ്ത്രവിധാനവും നമ്മൾ പറഞ്ഞു. 3 വസ്ത്രവിധാനവും: നഗ്നത മറയ്ക്കാനുള്ളത്, അലങ്കാരവും പ്രൗഢിയും കാണിക്കാനുള്ളത്, തഖ്വയുടെ വസ്ത്രമാകുന്ന ശുഭവസ്ത്രം, വെള്ള വസ്ത്രം പുരുഷന്മാർ ധരിക്കുന്നത്. 1ാമത്തെ വസ്ത്രവിധാനത്തിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെയാണ് നമ്മുടെ വിഷയം കിടക്കുന്നത്. ഏത്? നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രവിധാനം. ശ്രദ്ധിക്കണേ, നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രവിധാനം. അത് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ആരുടെയാ? പുരുഷന്മാരുടെ തന്നെ പറയണം. മുട്ടുപൊക്കിൾ ഉൾപ്പെടെ മറച്ചിരിക്കണം, അതാണ് വേണ്ടത്. പൊക്കിളും മറയണം, മുട്ടും മറയണം. അതാണ് നമ്മുടെ നഗ്നത എന്ന് പറയുന്നത്. ഈ 2 ഭാഗവും മറയണം. ആ സൈസ് തോർത്ത് വേണം ഉടുക്കുമ്പോൾ. കുളിക്കാനൊക്കെ കൊടുക്കുമ്പോൾ തോർത്ത് കൊടുക്കുന്നതും ശ്രദ്ധിക്കണം. ചുമ്മാ ഇങ്ങനെ 2 സൈഡും ഒപ്പിച്ചു കൊടുക്കും, അവസാനം നടുക്കൂടെ എല്ലാം കാണുകയും ചെയ്യാം. അങ്ങനത്തെ ചില തോർത്ത് ഇറങ്ങിയിട്ടുണ്ട്. കാര്യമായിട്ട് ഉടുത്തതാ, മറക്കേണ്ട സാധനമൊന്നും മറച്ചിട്ടില്ല, എല്ലാം വെളിയിലാണ്. ചെറിയ തോർത്ത് വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കെട്ടൊക്കെ ഇട്ട് കാര്യമായിട്ട് നടക്കുക ആചാര്യർ, എല്ലാം കാണുകയും ചെയ്യാം. അങ്ങനെയല്ല, ഫുള്ള് നല്ല മറയ്ക്കുക, മുട്ടുപൊക്കൽ ഉൾപ്പെടെ മറച്ച് കിടക്കുക. ഞാനിത് പറഞ്ഞത് നിസാരമായിട്ട് എടുക്കരുത്. ചിലരിങ്ങനെ പള്ളി മൂത്രമൊഴിക്കാൻ പോവാണ്, അപ്പോഴേ റോഡിൽ നിന്ന് തന്നെ തലയിലോട്ട് മടക്കി കുത്തിക്കൊണ്ട് പോവാണ്, മുണ്ട് മടക്കിയിട്ടോ തുടയെല്ലാം കാണിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. മൂത്രമൊഴിക്കാൻ പോവുക, എല്ലാം ഫുള്ള് കാണിച്ചുകൊണ്ട് പോവുക. തുടയെന്ന് പറയുന്നത് എന്താണ്? ഔറത്താണ്, പുരുഷൻ്റെ നഗ്നതയാണ്. നമ്മൾ മുണ്ട് മടക്കി കുത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മുട്ടിന് മുകളിലോട്ട് കയറാൻ പാടില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ വാപ്പ അങ്ങനെ ചെയ്യുന്നുണ്ട്, കൊച്ചാപ്പ അങ്ങനെ നടക്കുന്നത്, വാപ്പുപ്പ അങ്ങനെ നടക്കുന്നത്. അന്നിവിടെ ദീനിൽ തെളിവല്ല. ഇല്ല, അറബി തുണി വെക്കി കാണിച്ചു, അന്നിവിടെ ദീനിൽ തെളിവല്ല. അള്ളാഹും റസൂലും എന്താണ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ഇവിടെ ചെയ്യുക. അതിനാണ് ഈ പറയുന്നത്, ദീനാണ് ഈ പറയുന്നത്. അമൽ ചെയ്യുന്നവർക്ക് അതിനനുസരിച്ച് സന്തോഷം ഉണ്ടാവും, അല്ലാത്തവർക്ക് അദാബുണ്ടാവും. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. മുട്ടിന് മുകളിലോട്ട് എടുത്തു കൊടുക്കുന്ന ശൈലി പാടില്ല, അവിടെ ശ്രദ്ധിക്കണം. മടക്കി കുത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. ആ മടക്കി കുത്തലേ നല്ലതല്ല, അത് തന്നെ നല്ലതല്ല. എന്തിനാ മടക്കി കുത്തേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. നെരിയാണിക്ക് മുകളിലോട്ട് വസ്ത്രം ധരിച്ചാൽ പോരെ, എന്നാൽ മടക്കി കുത്തേണ്ട തന്നെ വരൂല. ഇത് നിലത്തൂടെ വലിച്ചഴച്ച് നടക്കുന്നത് കൊണ്ടാണ് ഈ മടക്കി കുത്തൽ അനിവാര്യമായി വരുന്നത് ചില സമയത്ത്. ശ്രദ്ധിക്കണത്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മിക്ക മക്കളും റുക്കൂഇൽ പോകുന്നു. അവരിട്ടിരിക്കുന്ന ഷർട്ടിന് ഇറക്കം വളരെ കുറവാണ്. റെഡിമെയ്ഡ് ഷർട്ടുകൾ ഇപ്പോൾ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്, ബനിയനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പഴയതുപോലെ തയ്യൽക്കടയിൽ കൊടുത്ത് തയ്പ്പിക്കുന്ന ശീലമില്ല. അവനവൻ്റെ അളവിന് കിട്ടും. 32, 38, 48 എന്നൊക്കെ പറഞ്ഞ അളവ് ഇറങ്ങിയിരിക്കുക. എല്ലാ അളവിന് കിട്ടുന്നുണ്ട്. ഈ സാധനം വാങ്ങിച്ച് ധരിക്കുന്നു. റുക്കൂഇൽ പോകുന്ന സന്ദർഭത്തിൽ അവൻ്റെ വസ്ത്രം ബനിയൻ നേരെ കയറി വരുന്നു. അവരിട്ടിരിക്കുന്ന പാൻ്റാണെങ്കിലോ പുക്കളിന് താഴെയുള്ളതാണ്, റെഡിമെയ്ഡാണ്, ഇങ്ങോട്ട് കയറത്തുമില്ല. അങ്ങനത്തെ പാൻ്റാണ്. ആ പാൻ്റ് ഇട്ടതുകൊണ്ട് തന്നെ പിൻഭാഗം കറക്റ്റായിട്ട് വെളിവാകാണ്, പുറകിൽ നിൽക്കുന്നവന് കറക്റ്റായിട്ട് കാണാം. അപ്പോൾ ഇവർ തന്നെ അറിയാം ഇവൻ്റെ ഔറത്ത് വെളിവായി. കാരണം ഇവിടെ പുക്കളിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പൃഷ്ഠഭാഗത്തിൻ്റെ ഭാഗം അല്പം വെളിവായാൽ എന്തായി? ഔറത്ത് വെളിവായി, നിസ്കാരം പോയി. അങ്ങനെയുള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. ചില മക്കൾ എന്നിട്ട് സമിഅല്ലാഹു ലിമൻ ഹമിദ വരുമ്പോഴത്തേക്ക് ഈ ഉടുപ്പിലിട്ട് പിടുത്ത, സമിഅല്ലാഹു ലിമൻ ഹമിദ പുറയിലിട്ട് പിടുത്താണ്. എങ്ങനെ ഇറങ്ങാനാണ്? കാരണം ഇറക്കമില്ലാത്ത ഷർട്ട് കിട്ടാൻ വേണ്ടി തിരൂരങ്ങാടി പലവട്ടം നടന്നു. അവസാനം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് 100 രൂപയ്ക്ക് 10 വിൽക്കുന്നുണ്ട്, അതും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടതാണ്. ഈ സാധനം പിന്നെ എങ്ങനെ ഇറക്കം കൂടും? ഇതിങ്ങനെ ഇട്ട് വലിച്ച് പിടിക്കുകയാണ്. സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞിട്ട് ചില മക്കളുടെ ശൈലിയാണ് ഈ പറഞ്ഞത്. അങ്ങനെ 3 വട്ടം അടുപ്പിച്ച് നമ്മുടെ കൈകാലുകൾ അനങ്ങിയാൽ തന്നെ നിസ്കാരം ബാത്തിലായി. തുടർച്ചയായ 3 അനക്കം കൊണ്ട് എന്താവും? നിസ്കാരം ബാത്തിലായി പോവും. അതാദ്യം മനസ്സിലാക്കണം. അത് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ പിന്നെ വസ്ത്രവിധാനം വളരെയേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഈ വസ്ത്രം ഇട്ട് ഈ പിടുത്താണ്, നിസ്കാരം പോവും. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞത്. മാത്രമല്ല പുക്കൾ മറയുന്നതിലേക്കുള്ളതാകുന്ന പാൻസ് ആണെങ്കിലും അത് വളരെ അനിവാര്യമാണ്. ഇനി അങ്ങനെ ഇല്ല എങ്കിൽ ഉള്ളിൽ നല്ലൊരു ബനിയൻ ഇട്ടുകൊണ്ട് നമ്മളത് മറച്ചിരിക്കണം. അകത്തോടെ ഇടുന്ന ഇന്നർ ബനിയനുകളുണ്ട്, അതിട്ടിട്ടാണെങ്കിലും അതിൻ്റെ മുകളിലായിരിക്കണം ഷർട്ട് വരുന്നെങ്കിലും ഓക്കെ, എങ്കിൽ പിൻഭാഗവും വെളിവാവൂല, മുന്നും വെളിവാവൂല. പുക്കളും മുട്ടും
അത് നിർബന്ധമായും അത് ഫുള്ളായിട്ട് മറച്ചിരിക്കണം. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പുരുഷന്മാരോടാണ് ഈ പറയുന്നത് കേട്ടോ. പുരുഷന്മാരുടെ ഔറത്താണ് ഈ പറഞ്ഞത്. അതാണ് മറക്കണം. വസ്ത്രവിധാനം എന്ന് പറഞ്ഞാൽ അതാണ്. അത് മറയ്ക്കാതെ നമ്മുടെ തുട കാണിച്ചുകൊണ്ട് നടക്കൽ, അല്ലെങ്കിൽ പൊക്കിൾ കാണിച്ചുകൊണ്ട് നടക്കൽ, ആ രീതിയിലുള്ള വസ്ത്രവിധാനം അനുവദനീയമേ അല്ല. വളരെ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിര്യാണിക്ക് താഴോട്ടുള്ള വസ്ത്രവിധാനം പാടില്ല. പുരുഷന്മാര് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഇയാക്കും വൈസബാലൽ ഇസാർ, നിങ്ങളെ സൂക്ഷിക്കണേ. നിങ്ങൾ നിര്യാണിക്ക് താഴോട്ട് വസ്ത്രം പോകുന്നതിന് ഗൗരവമായി കാണണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷന്മാര് ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യമാണ്. ഇത് കഴിയുമ്പോൾ സ്ത്രീകളെ പറയും, നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം വരാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം, ഗൗരവത്തിന് ശ്രദ്ധിക്കണം. നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കാൻ പാടില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഇങ്ങനെ ക്ലാസ് രൂപത്തിൽ പറഞ്ഞു പോകുന്നത് മറ്റൊന്നിനുമല്ല. ഇത് നിസ്സാരമായി കാണരുത്. ഇതൊരു സാധാരണ വാദമായി നിങ്ങൾ മനസ്സിലാക്കരുത്. വളരെ ഗൗരവത്തിൽ ഉലമാക്കൾ പണ്ട് കാലങ്ങളിൽ പഠിപ്പിച്ചിരുന്ന മസലകളാണിത്. നമ്മളിന്ന് മോഡേണിന്റെ വക്താക്കളാണ്. എന്നാൽ യഥാർത്ഥ മോഡേൺ ഈ ലോകത്ത് കാണിച്ചതാരാൻ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏറ്റവും വലിയ സുന്ദരനായിരുന്നു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകർ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചിരുന്നില്ല. അത് മനസ്സിലാക്കണം. നമ്മൾ സിനിമാ നടന്മാരെയും സീരിയൽ നടന്മാരെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകുന്ന താരോദയങ്ങളെയും ഒക്കെ കണ്ട് അവരുടേതാകുന്ന വസ്ത്രവിധാനം കണ്ടു മനസ്സിലാക്കി അതേ ശൈലി അവലംബിച്ചിട്ട് നടക്കുന്ന സഹോദരങ്ങൾ ഇന്ന് ധാരാളമാണ്. സഹോദരിമാരുമുണ്ട്. വളരെ ശ്രദ്ധിക്കണേ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ മുസ്ബിലിൻ ഇസാറാ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ട മെഹറാജിന്റെ രാവ് നമ്മൾ നിരാ കഴിഞ്ഞു പോയിട്ടുള്ളേയുള്ളൂ. പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, നമസ്കാരത്തെ ശ്രദ്ധ പതിപ്പിക്കുന്ന മുസ്ലിമേ, 5 വഖത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനാണ് നീയെങ്കിൽ നിന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ടേ വേണ്ട. ഹബീബായ നബി തങ്ങളുടെ അധ്യാപനമാണ്, ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ മുസ്ബിലിൻ ഇസാറാ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല, സ്വീകരിക്കില്ല. നീ എത്ര വലിയ സമുന്നതനായ വ്യക്തിയായിരുന്നാലും, നീ എത്ര വലിയ ഉന്നതനായ വലിയ സമുന്നതനായ വ്യക്തിത്വമായിരുന്നാലും അല്ലാഹുവിന്റെ മുന്നിൽ നിന്റെ നമസ്കാരം വിലപ്പോവില്ല. കാരണം നിന്നെ അഹങ്കാരികളുടെ കൂട്ടത്തിലേക്ക് അല്ലാഹു എണ്ണിക്കഴിഞ്ഞിരിക്കുകയാണ്. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവൻ അഹങ്കാരിയാണ്, അഹങ്കാരിയാ. അത്തരത്തിലുള്ള വസ്ത്രവിധാനം നടത്തൽ ഇസ്ലാമിൽ പാടില്ലാത്തതാണ്, പാടില്ലാത്തതാണ്. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ചെറിയ കാര്യമല്ല ഈ പറഞ്ഞത്. അപ്പൊ ചില ആളുകൾ അത് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. എന്ത് ചെയ്യും? നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുമ്പോൾ ചിലരെന്ത് ചെയ്യും? മുസല്ലയ്ക്കുന്ന സമയത്ത് പതുക്കെ നിര്യാണിക്ക് മുകളിലോട്ട് കയറ്റി കൊടുക്കും, മുണ്ടുകൊടുക്കുന്നവരും. ചിലർ പാൻ്റ് ഇടുന്ന മക്കൾ പള്ളിയിൽ ഒതു കൊടുക്കാൻ കയറുമ്പോൾ എന്ത് ചെയ്യും? മടക്കി വെച്ചിട്ട് പിന്നെ നിസ്കരിക്കുന്നുണ്ട്. കാരണം എന്താ? അവർ ഓർക്കുന്നത് എന്താ? നിസ്കരിക്കുന്ന സമയത്ത് കയറ്റി വെക്കണമെന്നാണ്. അങ്ങനെയല്ല, നിസ്കരിക്കാത്ത സന്ദർഭത്തിൽ അങ്ങനെ നടന്നാലും അവൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല എന്നാണ് ഈ ഹദീസിൻ്റെ അർത്ഥം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തപ്പോൾ ഉണ്ടായത്? ഇതുവരെ നിസ്കരിച്ച് നിസ്കാരമെല്ലാം പോയി എന്ന് വരും. ഈ പറഞ്ഞ കോലത്തിലാണ് അർത്ഥമെങ്കിൽ നമ്മൾ ഇതുവരെ നിസ്കരിച്ച നിസ്കാരമൊക്കെ പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ മുസ്ബിലിൻ ഇസാറാ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം.
നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 കൂട്ടർ ശ്രദ്ധിക്കണേ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരിൽ ആരെങ്കിലും ഈ 3-4 കൂട്ടത്തിലുണ്ട് എങ്കിൽ അവൻ ഖായിബാണ്, പരാജിതനാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ. നാളെ കത്തിച്ചലിക്കുന്ന സൂര്യൻ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട്, കത്തിയാൽ നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിൽ വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല. വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം. കാരുണ്യത്തിന്റെ നോട്ടം നോക്കില്ലെന്ന് മാത്രമല്ല, അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാന്യമായ സംസാരം നടത്തുക പോലുമില്ല. വലാ യുസക്കീഹിം. അവരെ അല്ലാഹു പരിശുദ്ധിപ്പെടുത്തുകയുമില്ല. വലഹും അദാബുൻ അലീം. ആ 3 കൂട്ടർക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. സ്വഹാബ ആരാണ് ആ കൂട്ടരെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ ലോകത്തിന്റെ നായകന് പറയുകയാണ്, സ്വഹാബ അൽ മുസ്ബിലു. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന പുരുഷന്മാരാ. അവർ അഹങ്കാരികളാണ്, അവർ ധിക്കാരികളാണ്, അവർ തമ്മാടികളാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ വിധിവിലക്കുകളെ, റസൂലുള്ളാഹിയുടെ വചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിച്ചവരാണ്. തുണി നിലത്തൂടി വലിച്ചരച്ചുകൊണ്ട് നടന്ന പുരുഷന്മാരാണ്. പാൻസ് നെരിയാണിക്ക് താഴെ ധരിച്ചുകൊണ്ട് നടന്ന ചെറുപ്പക്കാരാ. ആ പാൻസിന്റെ അടിഭാഗം ഷൂവിലേക്ക്, ചെരുപ്പിലേക്ക്, അതിന്റെ അടിയിലേക്ക് തിരികെ വെച്ചുകൊണ്ട് നടന്നവനാണ്. അതുമായി ടോയ്ലറ്റിൽ പോയവനാണ്, അതുമായി ബാത്റൂമിൽ പോയവനാണ്, മലമൂത്ര വിസർജനം നടത്തിയവനാണ്. ആ നജസ് മുഴുവനെ പറ്റിച്ചുകൊണ്ട് പള്ളിയുടെ അകത്തളത്തിലേക്ക് വന്ന് ആ വസ്ത്രം മടക്കി വെച്ചുകൊണ്ട് അതുകൊണ്ട് മുസല്ല വിരിച്ച് നിസ്കരിച്ചവനാണ്. പള്ളിയിലെ മുസല്ലയും ഫസാദാക്കി അള്ളാന്റെ മുന്നിൽ ശരീരവും വസ്ത്രവും വിശുദ്ധിയില്ലാതെ നിസ്കരിച്ച് തീർത്ത മനുഷ്യ, നിന്റെ നിസ്കാരം അള്ളാഹുവിന് വേണ്ടേ വേണ്ട. അള്ളാന്റെ റസൂല് പറയുന്നു, അൽ മുസ്ബിലു. നാളെ പടച്ച റബ്ബ് തിരിഞ്ഞു നോക്കാത്ത, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം കിട്ടാത്ത, അവന്റെ റഹ്മത്തിന്റെ മലക്കുകളെ ചിറക് വിരിക്കാത്ത മോശപ്പെട്ട ആളുകളായി പടച്ച റബ്ബിൻ്റെതാകുന്ന ഏറ്റവും വലിയ ശിക്ഷ ഏറ്റുവാങ്ങേണ്ട വിഭാഗത്തിലേക്ക് എത്തിപ്പെടുന്നത് ആരെന്നറിയുമോ? അരയങ്കടപ്പുറത്തുള്ള ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉപ്പ, നീ ധരിക്കുന്ന മുണ്ട് നെരിയാണിക്ക് താഴോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ നീ നാളെ അദാബിലാണ്. പടച്ച റബ്ബിന്റെ തിരുനോട്ടം കിട്ടാത്ത, അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കാത്ത, അവൻ മാന്യതയുടെ, അവൻ സന്തോഷത്തിന്റെ ഒരു തിരുനോട്ടം പോലും നോക്കാത്ത വിഭാഗത്തിലേക്ക് എത്തിപ്പെടുമത്രേ. നൗദുബില്ലാ. എന്തിനാണ് നമുക്ക് നരകം? എന്തിനു വേണം മക്കളെ നമുക്ക് നരകം? അതുകൊണ്ട് പരിപൂർണമായി ഒഴിവാക്കൽ നിർബന്ധമാണ്. നാളെ മുതലല്ല, ഇന്നത്തെ ഈ സദസ്സ് മുതൽ, ഈ മജ്‌ലിസ് വിടുമ്പോൾ തന്നെ നെരിയാണിക്ക് മുകളിലേക്ക് കടന്നു വരട്ടെ നിന്റെ വസ്ത്രം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. തീർന്നില്ല. 3 കൂട്ടരെയാണ് റസൂലുള്ളാഹി പരിചയപ്പെടുത്തുന്നത്. അതിലാദ്യമായി പറഞ്ഞിട്ടുള്ളത് നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷകൾ ഏറ്റുവാങ്ങുന്ന, വേദനാജനകമാകുന്ന ശിക്ഷ ഏറ്റുവാങ്ങുന്ന, പടച്ച റബ്ബിന്റെ കാരുണ്യം ലഭിക്കാത്ത വിഭാഗം നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരാണ്. രണ്ടാമതായി റസൂലുള്ളാഹി പറയുകയാണ്, വൽ മന്നാൻ. എടുത്തു പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ, പാവപ്പെട്ടവരുടെ കണ്ണീരപ്പിയിട്ട് നിരാലംബര കവലംബമായിട്ട് പള്ളിക്ക് കൊടുത്തിട്ട്, മദ്രസയ്ക്ക് കൊടുത്തിട്ട്, വീട് വെച്ച് കൊടുത്തിട്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് എന്റെ പേരൊന്നെടുത്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്നവരെ, എടുത്തു പറയാൻ വേണ്ടി നിലകൊള്ളുന്നവരെ, ഞാനാണ് അവന് വീട് വെച്ച് കൊടുത്തത്, ഞാനാണ് അവന് കടൽക്ഷോഭം വന്നപ്പോൾ കല്ലിറക്കി കൊടുത്തത്, ഞാനാണ് അവനെ തിരകെട്ടി കൊടുത്തത്, ഞാനാണ് അവനെ കടൽ ഭിത്തിയെത്തിട്ട് കൊടുത്തത്, ആ നാട് മുഴുവനും കുട്ടിച്ചോറായി കടന്നിരുന്നതാണ്, ആ നാടിനെ പുനർനിർമ്മിച്ചത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട്, വർത്തമാനം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവരെ, വൽ മന്നാൻ. എടുത്തു പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവരെ, നിന്നെ നാളെ റബ്ബ് കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല. മൂന്നാമതായി റസൂലുള്ളാഹി പറയുകയാണ്, വൽ മുൻഫിഖു സലാതഹു
ബിൽ ഹലഫിൽ കാദിബ്. കള്ളസത്യം ചെയ്തുകൊണ്ട് ദുനിയാവിൽ കച്ചവടം ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ടോ? അത് മീൻ കച്ചവടമായിരുന്നാലും അത് പച്ചക്കറി കച്ചവടമായിരുന്നാലും കള്ളസത്യം ചെയ്തിട്ട് ഇത് ഫസ്റ്റ് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞ് പാവപ്പെട്ടവനെ വഞ്ചിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? കച്ചവടക്കാരുണ്ടോ? നാളെ പടച്ചറപ്പിന്റെ കാരുണ്യം ഉണ്ടാവുകയില്ല. ഈ ദുനിയാവിൽ 1/2 കിലോ ചാള വിറ്റതായിരിക്കാം, മത്തി വിറ്റവനായിരിക്കാം. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ ഈ ഒരു ലാഭത്തിന്റെ കൊയ്ത്തെടുപ്പ് ഉണ്ടാവുക നരകം നിനക്ക് നൽകിക്കൊണ്ടാണ്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹുവേ പടച്ചറപ്പേ, നീ കാത്തു സംരക്ഷിക്കണേ അല്ലാഹ്. 3 കൂട്ടരാണ്, 3 കൂട്ടർ. അതിലാദ്യമായി റസൂലുള്ള പറഞ്ഞത് നരകത്തിലേക്ക് എറിയപ്പെടുന്നവർ, വേദനാജനകമാകുന്ന ശിക്ഷയേറ്റുവാങ്ങുന്നവർ, പടച്ചറപ്പിന്റെ തിരുനോട്ടം കിട്ടാത്ത, ആരോരും സഹായിക്കാനില്ലാത്ത മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് നിലകൊള്ളുന്ന വിഭാഗമായി അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയതിൽ ആദ്യം പറഞ്ഞത് ദുനിയാവിൽ വസ്ത്രവിധാനം ശ്രദ്ധിക്കാതെ നെരിയാണിക്ക് താഴെ മക്കൾക്ക് പാൻസ് ധരിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന മാതാപിതാക്കളാ. ആൺമക്കൾ ആ രീതിയിൽ നടക്കാൻ പാടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണുങ്ങളുടെ വസ്ത്രവിധാനാണ് ഈ പറഞ്ഞത് കേട്ടോ. എന്ത് നെരിയാണിക്ക് താഴോട്ട് പോകരുത്. പിന്നെ എന്ത് വേണം? നെരിയാണിക്ക് മുകളിൽ നിൽക്കണം. പാൻസ് ആയിരുന്നാലും മുണ്ടായിരുന്നാലും. മനസ്സിലായില്ലേ? ആരുടെ അല്ല? പെണ്ണുങ്ങളുടെ അല്ല. അതാ പെണ്ണുങ്ങളുടെ ഔറത്ത് പറയാൻ പോകണം. പെണ്ണുങ്ങൾക്ക് എന്ത് വേണം? നെരിയാണിക്ക് താഴോട്ട് പോകണമെന്നാ പറഞ്ഞത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇന്ന് പുരുഷന്റെ വസ്ത്രവിധാനം സ്ത്രീകൾ നടത്താൻ, സ്ത്രീയുടെ വസ്ത്രവിധാനം പുരുഷൻ നടത്താൻ ഇന്നത്തെ തലമുറയുടെ അവസ്ഥ അതാണ്. നെരിയാണിക്ക് താഴോട്ട് പോകരുത് എന്ന് പറഞ്ഞു. ആരോട്? പുരുഷനോട്. അപ്പോൾ പുരുഷന്മാരുടെ എല്ലാ വസ്ത്രവും നെരിയാണിക്ക് താഴെ, മുണ്ടിങ്ങനെ നിലത്ത് വലിച്ചടിച്ച് നടക്കുക. കടപ്പുറത്തൊന്നും പിന്നെ ഒന്നുമില്ല, ഒരഴുക്കുമില്ല. രാവിലെ വെളിക്കിറങ്ങായിരുന്നവൻ്റെ എല്ലാ സംഭവവും കൊണ്ടുപോയിട്ടുണ്ട്. മുണ്ടും വലിച്ചഴിച്ചുകൊണ്ട് നടക്കുക. കാരണം മുണ്ടിങ്ങനെ നിലത്ത് വലിച്ചടിച്ചുകൊണ്ട് നടക്കുക. പെണ്ണുങ്ങളോട് പറഞ്ഞു നെരിയാണിക്ക് താഴോട്ട് ധരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീകൾ നേരെ തലതിരിച്ച്, സ്ത്രീകൾ നേരെ കണങ്കാലിന് മേലോട്ട് കയറ്റി വെക്കാൻ തുടങ്ങി. അങ്ങനത്തെ പാൻസ് ഇട്ടുകൊണ്ട് നടക്കുന്ന സഹോദരിമാർ, അവർ നെരിയാണിക്ക് താഴെ ധരിക്കണം. ദാദാ സ്ത്രീയുടെ നഗ്നത എന്ന് പറഞ്ഞാൽ അൽ മർഅതു കുല്ലുഹാ ഔറ ശഫീഉനാ റസൂലുള്ളാഹി. ഉറക്കെ പറയും ശഫീഉനാ റസൂലുള്ളാഹി. പെണ്ണെന്ന് പറയുന്നത് അവരുടെ തലയിലെ മുടി മുതൽ കാലിൻ്റെ നഖം വരെ മറച്ചിരിക്കണം. അന്യരിൽ നിന്ന്, അന്യരായ പുരുഷനാണോ തലയിലെ മുടി മുതൽ കാലിൻ്റെ നഖം വരെ കാണാൻ പാടില്ല. ഫുൾ ബോഡി മറക്കണം. ഭർത്താവിൻ്റെ മുന്നിൽ അനുവദനീയമാണ് എന്ത്? ശരീരത്തിൻ്റെ നഗ്നതകൾ മുഴുവനും കാണിക്കൽ അനുവദനീയമാണ് ഭർത്താവിൻ്റെ മുന്നിൽ. വെള്ളമുണ്ടോ? ഭർത്താവിൻ്റെ മുന്നിൽ. അതേ സമയത്ത് അന്യരുടെ മുന്നിൽ ശരീരത്തിന്റെ നഗ്നതകൾ മുഴുവനും മറക്കണം. അതാണ് ഇസ്ലാമിന്റെ നിയമം. വളരെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ولا يبدين زينتهن إلا لبعولتهن. സ്ത്രീകൾ അവരുടെ നഗ്നതകൾ വെളിവാക്കാൻ പാടില്ല സ്വന്തം ഭർത്താവിന്റെ മുന്നിലല്ലാതെ എന്ന് വിശുദ്ധ ഖുർആൻ. അവിടെ വിശദീകരിക്കേണ്ടത് വേറെ കുറെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. നിൽക്കട്ടെ ഇവിടെ. ഭർത്താവിന്റെ മുന്നിൽ ശരീരത്തിന്റെ നഗ്നതകൾ മുഴുവനും ഒരു പെണ്ണിന് കാണിക്കൽ അനുവദനീയം. അന്യരാക്കപ്പെട്ട ആളുകളുടെ മുന്നിൽ ശരീരത്തിന്റെ നഗ്നതകൾ മുഴുവനും മറച്ചു നിൽക്കണം. അവിടെ ശ്രദ്ധിക്കണേ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹിജാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മറ എന്നാണ് അതിന്റെ അർത്ഥം. മറ. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ എന്നാണ്. ഇപ്പൊ വിവാദം നിൽക്കുന്നത് ഏത് വിഷയത്തിലാണ്? തലമറയ്ക്കുന്ന വിഷയത്തിലാണ്. തലമറയ്ക്കുന്ന ഒരു വിഷയത്തിലാണ് ഈ വിവാദം നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കാൻ പോയാൽ ശരീരം മുഴുവൻ മറയ്ക്കുന്ന വിഷയം പറയേണ്ടി വരും. തലമറയ്ക്കുന്ന വിഷയത്തിൽ ആർക്കും ഒരു എതിരഭിപ്രായമില്ല. നിർബന്ധമായിട്ടും മറച്ചിരിക്കേണ്ടതാണത്. തലമറയ്ക്കുക എന്ന് പറയുന്നത് നിർബന്ധമായും മറച്ചിരിക്കണം.
ഇതൊക്കെ ചർച്ച വന്നതും ഇതൊക്കെ വലിയ വിവാദമാകുന്നതിന് കാരണം എന്താണെന്നറിയോ? ഈ ഉമ്മത്തിൽപ്പെട്ടതാകുന്ന ആളുകൾ തന്നെ ഇതൊന്നും മറക്കാത്തവരായിട്ട് വന്നുപോയി. അതുകൊണ്ടാണ് ഇതൊക്കെ ഇസ്ലാമിൽ പെട്ടതാണോ അല്ലേ എന്നുള്ള ചർച്ച തന്നെ വന്നത്. പണ്ട് കാലം മുതലേ കറക്റ്റായിട്ട് വന്നിരുന്നുവെങ്കിൽ, ധരിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും ചർച്ചയ്ക്ക് തന്നെ പോകില്ല, ഒരു കേസും പോകില്ല, ഒരു കോടതി അതിനകത്ത് ഇടപെടൂല. കാരണം എന്താ? അതവൻ്റെ വസ്ത്രത്തിൻ്റെ ശൈലിയാണ്. ഇത് മുസ്ലിമീങ്ങളിൽ പെട്ടതാകുന്ന ഉമ്മമാർ തന്നെ പറയാൻ തലയൊന്നും മറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അത്തരത്തിൽ നടക്കുന്ന ആളുകൾ നമുക്കിടയിൽ വലിയ ഫെമിനിസ്റ്റ് വാദികൾ കടന്നുകൂടിയിട്ടുണ്ട്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പരിപൂർണമായി മറച്ചിരിക്കണം, അതാണ് നിയമം.